വാർത്തകൾ തുടരുന്നു. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ കരുവാരക്കുണ്ട് അങ്ങാടി ഖാൻഗാവിന് സമീപം ഗുഡ്സ് ഓട്ടോയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 6 വയസ്സുകാരൻ മരണമടഞ്ഞു. കരുവാരക്കുണ്ട് കക്കറ പുതുച്ചോല മുഹമ്മദ് അനസ് എന്ന 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരണമടഞ്ഞത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് അപകടം നടന്നത്. പുന്നക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷയും കിഴക്കേത്തല ഭാഗത്തു നിന്നും വരികയായിരുന്ന ഗുഡ്സ് ഓട്ടോയുമാണ് കൂട്ടിയിടിച്ച് അപകടം നടന്നത്. ഇരു വാഹനങ്ങളുടെ 2 വശങ്ങളാണ് കൂട്ടിയിടിച്ചത്. ഓട്ടോയുടെ വലത് ഭാഗത്തിരുന്നിരുന്ന വിദ്യാർത്ഥിയായ മുഹമ്മദ് അനസിന്റെ ഭാഗത്താണ് ഗുഡ്സ് ഇടിച്ചത്. അപകടസ്ഥലത്ത് നിന്നും വിദ്യാർത്ഥിയെ അങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുവാൻ ഹോസ്പിറ്റൽ അധികൃതർ നിർദ്ദേശിക്കുകയായിരുന്നു. കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇന്ന് രാവിലെയോടെ കുട്ടി മരണപ്പെടുകയായിരുന്നു. മരണപ്പെട്ട മുഹമ്മദ് അനസ് തരിശ് GLP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പൂക്കോട്ടുംപാടത്ത് BJP അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിനു നേരെ സാമൂഹ്യദ്രോഹികളുടെ അക്രമം നടന്നതായി ആരോപണം. അക്രമികൾ ഓഫീസിന്റെ പൂട്ടും കൊടിയും നശിപ്പിച്ചു. ഇന്ന് രാവിലെ 8:30 അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിലെത്തിയവരാണ് ഓഫീസിന്റെ പൂട്ട് തകർത്തതായും കൊടി പറിച്ച് മാറ്റിയതായും കണ്ടത്. തുടർന്ന് ഓഫീസിനുള്ളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും മറ്റു വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന നിഗമനത്തിലെത്തുകയായിരുന്നു. BJP അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന്റെ ലോക്ക് തകർക്കുകയും ഓഫീസിന് മുന്നിലുള്ള പാർട്ടി പതാക നശിപ്പിക്കുകയും ചെയ്തു. ഇതിൽ BJP അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായി പ്രതിഷേധിക്കുന്നു. ഈ അക്രമം ചെയ്തവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് പോലീസിനോട് BJP ആവശ്യപ്പെടുകയാണ്. തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ASI ജയദേവൻ, കോൺസ്റ്റബിൾമാരായ S അഭിലാഷ്, K രാജേഷ് എന്നിവർ സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. പഞ്ചായത്തിലെ നിരവധി സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ തക്കസമയത്ത് ഇടപെടലുകൾ നടത്തുന്ന BJP പോലുള്ള സംഘടനകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങളെ കണ്ടുനിൽക്കുവാൻ പാർട്ടി പ്രവർത്തകർക്ക് ആവില്ലെന്നും ഇത്തരം കുറ്റക്കാരെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്നും ഭാരവാഹികളായ ചക്കനാത്ത് ശശികുമാർ, K ശ്രീനിവാസൻ, ശാസ്താവ് എന്നിവർ സ്വന്തം വാർത്തകളോട് പറഞ്ഞു. കുടിവെള്ള സംരക്ഷണത്തിന് പ്രാധാന്യം നൽകി നാഷണൽ സർവീസ് സ്കീം നടപ്പിലാക്കുന്ന ജലായനം പദ്ധതി പൂർത്തിയായി. ജനുവരി 11 നടക്കുന്ന ജലവിചാര സംഗമത്തോടെയാണ് പദ്ധതി പൂർത്തിയാവുക. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ 8 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളുകളിൽ 7ാമത്തേതിന്റെ 3ാം ഉപലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം വിഭാവനം ചെയ്ത് നടപ്പാക്കി വരുന്ന ദീർഘകാല പദ്ധതിയാണ് ജലായനം. വരും തലമുറയ്ക്ക് ആവശ്യമായ സമൃദ്ധിയായ കുടിവെള്ളത്തിന്റെ നിലയ്ക്കാത്ത ലഭ്യത ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ജല ആയനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹയർ സെക്കൻഡറി മേഖലയിലെ 40,000 നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ 6 ലക്ഷം സേവന പ്രചരണ ദിനങ്ങളാണ് ഈ വർഷം ഇതിനായി മാറ്റിവെച്ചത്. ജലായനം പദ്ധതി അതിന്റെ ആരംഭ വർഷം കുടിവെള്ള സ്രോതസ്സുകളുടെ സംരക്ഷണത്തിനും 2ാം വർഷം ജലസമൃദ്ധിക്കുമാണ് പ്രാധാന്യം നൽകിയത്. ഈ വർഷം ഗുണമേന്മയ്ക്കാണ് ഊന്നൽ നൽകുന്നത്. കേരളം കുടിക്കുന്ന വെള്ളത്തിന്റെ നിലവിലെ പൊതു ഗുണനിലവാരം പരിശോധിച്ചറിഞ്ഞ് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ എത്രമാത്രം കളങ്കപ്പെട്ടു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മേഖലയിൽ നാം അനുവർത്തിച്ചു വരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിനും ഇത്തരത്തിലുള്ള ഒരു അറിവ് നേടേണ്ടതുണ്ട്. കുടിവെള്ള ഗുണമേന്മ പരിശോധിക്കുന്നതിന് യൂണിസെഫിന്റെയും കേരള ജലവിഭവ വകുപ്പിലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കപ്പാസിറ്റി ഡെവലപ്മെന്റ് യൂണിറ്റിന്റെയും സാങ്കേതിക സാമ്പത്തിക സഹകരണത്തോടെ 1200 പേർക്ക് പ്രത്യേക പരിശീലനം നൽകിയിരുന്നു. അവരിലൂടെ ഹയർ സെക്കൻഡറി മേഖലയിലെ മുഴുവൻ വോളണ്ടിയർമാരെയും ഗുണനിലവാര പരിശോധനയ്ക്ക് പരിശീലിപ്പിച്ച് പ്രവർത്തന സജ്ജരാക്കി. കേരളത്തിൽ അങ്ങോളമിങ്ങോളം വിവിധ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, പട്ടണ നഗരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ ജനങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ 45,000 സാമ്പിളുകൾ തുറന്ന കിണറുകൾ, കുഴൽക്കിണറുകൾ, കുളങ്ങൾ, ഓലി, പൈപ്പ് വെള്ളം മുതലായ സ്രോതസ്സുകളിൽ നിന്നും ശേഖരിച്ച് ഗുണനിലവാരം പരിശോധിച്ച് ക്രോഡീകരിക്കുന്ന ശ്രമകരമായ ജോലി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ നടത്തിയ ഗവേഷണാത്മകമായ ഈ പഠനത്തിലെ കണ്ടെത്തലുകൾ പരിശോധിക്കുക, കുടിവെള്ള സംരക്ഷണ മേഖലയിൽ യുവതലമുറയ്ക്കുള്ള ഉത്കണ്ഠയും വിപുലതയും പങ്കുവയ്ക്കുക, നിലവിലെ സ്ഥിതി വിലയിരുത്തി ഭാവി പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുക തുടങ്ങിയ വിവിധ ജലചിന്തകൾക്കായി സംസ്ഥാന തലത്തിൽ ജനുവരി 11 ജലവിചാര സംഗമ ദിനമായി ആചരിക്കും. യൂണിസെഫിന്റെയും കേരള ജലവിഭവ വകുപ്പിലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കപ്പാസിറ്റി ഡെവലപ്മെന്റ് യൂണിറ്റിന്റെയും സഹകരണത്തോടെ ഈ മേഖലയിൽ നാഷണൽ സർവീസ് സ്കീം ഈ വർഷം നടത്തിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ പ്രദർശനം, പ്രത്യേകം തിരഞ്ഞെടുത്ത പ്രതിനിധികൾ പങ്കെടുക്കുന്ന സംസ്ഥാനതല ശില്പശാല, കുടിവെള്ള പരിശോധനാ ഫലം പ്രകാശനവും വിലയിരുത്തലും, സംസ്ഥാനത്തിന്റെ എല്ലാ പ്രദേശത്തു നിന്നും എത്തിച്ചേരുന്ന നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ ഉൾപ്പെടെ
2000 പേർക്ക് അണിനിരക്കുന്ന ജലവിചാര സംഗമ റാലി, ജലസംരക്ഷണ പ്രതിജ്ഞ തുടങ്ങിയവ ജലവിചാര സംഗമത്തിന്റെ ഭാഗമായി നടക്കും. കേരളത്തിലെ മരിച്ചുകൊണ്ടിരിക്കുന്ന 44 നദികളിലെ ജലം പ്രത്യേകം ശേഖരിച്ച് ജലപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ജാഥയിലേക്ക് ആനയിക്കും. പൂക്കോട്ടുംപാടം 5-ാം മൈൽ അമ്പലക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ 19ാം അശ്വതി മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സമൂഹ സദ്യയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അമ്പലക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ 19ാം അശ്വതി മഹോത്സവ ചടങ്ങുകളാണ് ഇന്ന് ആരംഭിച്ചത്. പ്രഭാതഭേരിക്കും ഗണപതി ഹോമത്തോടെയും ആരംഭിച്ച ചടങ്ങുകളിൽ നെയ്യുവരവ്, ഉഷപൂജ, ഉച്ചപൂജ, വിഗ്രഹം കിണറ്റിൽ നിന്നെടുത്തവർക്കുള്ള സമ്മാന വിതരണം, ഭാഗവത പാരായണം, സമൂഹ സദ്യ, സമൂഹാരാധന, ദീപാരാധന, അമ്പലക്കുന്ന് ഭജന സംഘത്തിന്റെ ഭജന, ക്ഷേത്ര നൃത്തസംഘത്തിന്റെ നൃത്തനൃത്യങ്ങൾ എന്നിവയും അരങ്ങേറി. രാത്രി 10 മണിക്ക് മുൻ ഐഡിയ സ്റ്റാർ സിംഗർ മത്സരാർത്ഥി സന്നിധാനന്ദനും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള, തണൽകുന്നത്ത് ജാല അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ, തിരുവനന്തപുരം സ്വർഗക്ഷേത്ര അവതരിപ്പിക്കുന്ന ശ്രീ ഭദ്രകാളി തോറ്റം ബാലയും അരങ്ങേറും. ക്ഷേത്രം ചടങ്ങുകൾക്ക് തന്ത്രി മുഖ്യൻ കിഴക്കുംപാട്ട് ശങ്കരൻ നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകി. തുടർന്ന് ഫെബ്രുവരി 6-ന് പ്രതിഷ്ഠാ ദിനാചരണവും ഫെബ്രുവരി 7-ന് തൈപ്പൂയ മഹോത്സവവും അരങ്ങേറും. ഒരിടവേള കൂടി.